students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 17th lecture on Environmental Studies. This lecture is based on Industry and Environment, which is the third module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about nuclear hazards, and in this lecture, we are going to discuss the topic solid waste management. First, we are going to discuss about waste management. Waste management is the collection, transportation, processing or the disposal of waste materials usually produced by human activity in an effort to reduce their effect on human health or the surroundings. അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനും ട്രാൻസ്പോർട്ടേഷനും പ്രോസസ്സിങ്ങും ഡിസ്പോസലും ഒക്കെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ആക്ടിവിറ്റീസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നത് ഹ്യൂമൻ ഹെൽത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസിനുള്ള ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യുവാനുള്ള എഫേർട്ടിൻ്റെ ഭാഗമായാണ്. നെക്സ്റ്റ് ഇസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് may be defined as the application of techniques that will ensure orderly execution of the functions of collection, processing and disposal of solid waste. അതായത് സോളിഡ് വേസ്റ്റിൻ്റെ കളക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് ഡിസ്പോസൽ തുടങ്ങിയ ഫങ്ഷൻസിൻ്റെ ഓർഡർലി എക്സിക്യൂഷൻ എൻഷുർ ചെയ്യുന്നതിനായുള്ള ടെക്നിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതായത് സോളിഡ് വേസ്റ്റുകൾ കളക്ട് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം ആൻഡ് ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പർ ഓർഡറിൽ നടക്കണം. ആൻഡ് അതിന് വേണ്ടിയിട്ട് സർട്ടൺ ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ടെക്നിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. Collection is the first fundamental function of solid waste management. It refers to the gathering of solid wastes from places such as residences, commercial, institutional and industrial establishments and other public places. അതായത് കളക്ഷൻ എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ദ ഗ്യാതറിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ്. അതായത് റെസിഡൻസസിൽ നിന്ന്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ നിന്നും മറ്റ് പബ്ലിക് പ്ലേസസിൽ നിന്നും സോളിഡ് വേസ്റ്റ് ഗ്യാദർ ചെയ്യുന്ന പ്രോസസ്സാണ് കളക്ഷൻ. Second one is processing. Processing is the second fundamental function of solid waste management. It refers to the activity applied to solid waste to prepare it for subsequent operation. അപ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫംഗ്ഷൻ ആണ് പ്രോസസ്സിങ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ആൻഡ് ഈ ആക്ടിവിറ്റി അപ്ലൈ ചെയ്യുന്നത് സോളിഡ് വേസ്റ്റിനെ സബ്സീക്വൻറ്റ് ഓപ്പറേഷന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. പ്രോസസ്സിംഗ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ. സോളിഡ് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാണ് പ്രോസസ്സിംഗ്. ഇറ്റ് പ്രിപ്പയർസ് സോളിഡ് വേസ്റ്റ് ഫോർ സബ്സീക്വൻറ്റ് റീസൈക്ലിംഗ് ആൻഡ് റിക്കവറി ഓഫ് മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയൽസിൻ്റെ സബ്സീക്വൻറ്റ് റീസൈക്ലിങ്ങിനും റിക്കവറിക്കുമായിട്ട് സോളിഡ് വേസ്റ്റിനെ പ്രിപ്പയർ ചെയ്യുന്നു. Next is disposal. It is the third fundamental function of solid waste management. It refers to the placing of solid waste in its ultimate resting place. അതായത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് തേർഡ് ഫണ്ടമെൻ്റൽ ഫംഗ്ഷൻ ആണ് ഡിസ്പോസൽ. ആൻഡ് ഇതിൽ അൾട്ടിമേറ്റ് റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ദാറ്റ് സോളിഡ് വേസ്റ്റ്, ആ ഒരു പ്ലേസിലേക്ക് സോളിഡ് വേസ്റ്റിനെ പ്ലേസ് ചെയ്യുന്നു, ഈ സോളിഡ് വേസ്റ്റിനെ ഡിസ്പോസ് ഓഫ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്. Solid wastes are grouped or classified in several different ways. These different classifications are necessary to address the complex challenges of solid waste management in an effective manner. അതായത് സോളിഡ് വേസ്റ്റുകളെ നമ്മൾക്ക് സെവറൽ ഡിഫറെൻറ്റ് വേസിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്, ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കോംപ്ലെക്സ് ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന്, ഒരു ഇഫക്റ്റീവ് മാനറിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കോംപ്ലെക്സ് ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് നെസസറിയാണ്, needed ആണ്. The term municipal solid waste is generally used to describe most of the non-hazardous solid waste from a city, town or village that requires routine collection and transport to a processing or disposal site. അതായത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന ടേം ജനറലി യൂസ് ചെയ്യുന്നത് സിറ്റി, ടൗൺ, വില്ലേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്യപ്പെടുന്ന നോൺ ഹസാഡസ് സോളിഡ് വേസ്റ്റിനെയാണ്. നോൺ ഹസാഡസ് മീൻസ് ഹ്യൂമൻ ഹെൽത്തിനോ എൻവയോൺമെൻറ്റിനോ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് അല്ല, ഒരു ഹസാർഡ്സും ക്രിയേറ്റ് ചെയ്യുന്ന വേസ്റ്റ് അല്ല. ആൻഡ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൻ്റെ റുട്ടീൻ കളക്ഷനും പ്രോസസ്സിംഗ് സൈറ്റിലേക്കോ ഡിസ്പോസൽ സൈറ്റിലേക്കോ ഉള്ള ട്രാൻസ്പോർട്ടേഷനും നീഡഡ് ആണ്. Sources of municipal solid waste include private homes, commercial establishments and institutions as well as industrial facilities. അപ്പോൾ
കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, പ്രൈവറ്റ് ഹോംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്, ഇവിടെ നിന്നെല്ലാമാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഉണ്ടാകുന്നത്. ആൻഡ് ദെൻ ഹൗഎവർ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് does not include waste from industrial processes, construction and demolition debris, sewage, sludge, mining wastes or agricultural wastes. അതായത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ നിന്നുള്ള വേസ്റ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡെമോളിഷൻ ഡെബ്രിസിൽ നിന്നുള്ള വേസ്റ്റ്, സീവേജ്, സ്ലഡ്ജ്, മൈനിങ് വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ് ഇതൊന്നും ഇൻക്ലൂഡഡ് അല്ല. The balance portion of solid waste management will be discussed in the coming lectures. Thank you.